വാപ്പാ, നീ നിന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചിരുത്ത്, ഒരുമിച്ചിരുന്ന് ഖുർആനോത്, എന്നിട്ട് നീ ദുആ ചെയ്യ്. അല്ലാഹുവേ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്നെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. നീ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യ്. കൂടെ പഠിക്കുന്നവന് പറയുന്ന കഞ്ചാവടിക്കടാ, അവൻ അല്ലാഹനെ ഓർത്തില്ലെങ്കിലും നിന്നെ ഓർക്കും. ബാപ്പാ, നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവനാണോ? മക്കളെ കൂടെ ഇരുത്തി ദുആ ചെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ കൂടെ പഠിക്കുന്ന മക്കള് കഞ്ചാവ് കൊടുത്തിട്ട് പറഞ്ഞു അടിക്കാൻ, അവൻ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? എന്റെ ഉപ്പയെങ്ങാനും ഇതറിഞ്ഞാ മരിച്ചു പോകുമല്ലോ. എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉപ്പ മംഗലാപുരത്ത് പഠിക്കാൻ പോകുമ്പോ, കറങ്ങാൻ അവസരം കിട്ടുമ്പോ, അല്ലാഹുവേ, ഇതെങ്ങാനും എന്റെ ഉമ്മച്ചി അറിഞ്ഞാല്, എന്നെ പൊന്നുപോലെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന എന്റെ വാപ്പയെങ്ങാണ് ഇതറിഞ്ഞ, പടച്ചവനെ, എന്റെ ഉപ്പ മരിച്ചു പോകുമല്ലോ അല്ലാ. എന്നിൽ വലിയ പ്രതീക്ഷയാണല്ലോ. ചതിക്കാൻ തോന്നില്ല പെങ്ങളെ, വഞ്ചിക്കാൻ തോന്നില്ല പെങ്ങളെ. മോനെ, ദുആ ചെയ്യടോ. കുടുംബസമേതം ഇരുന്ന് ദുആ ചെയ്യ്, കുടുംബസമേതം ഇരുന്ന് നന്മ ചെയ്യ്. ഇത് കണ്ടു വേണം മക്കള് വളരാ. നീ ആദ്യം